ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഴ്ച നോക്കുകയാണെങ്കിൽ തുടർച്ചയായി 6-ാം ദിവസവും ഇന്നലെ വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആഗോള സാഹചര്യങ്ങൾ അത്ര മോശമല്ലെങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോഴുള്ള ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വിൽപ്പന തന്നെയാണ്. ഇന്നലെയും ഏതാണ്ട് 4,900 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തര ഘടകങ്ങൾ അത്ര മോശമല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ ഒരു വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ആഗോള സാഹചര്യത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ചില അനിശ്ചിതാവസ്ഥയാണ്. പ്രത്യേകിച്ചും യുഎസിന്റെ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുള്ള വ്യാപാര യുദ്ധം വളരെ വലിയ തോതിൽ വിപണിയെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ വിൽപ്പന തുടരുന്നതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. 22,800 നിലവാരത്തിനടുത്തേക്ക് കഴിഞ്ഞ ദിവസം വ്യാപാരം എത്തിയിരുന്നു. ഇത് പലതവണയായി ആ ഒരു നിലവാരത്തിലേക്ക് വ്യാപാരം എത്തുന്നുണ്ട്. ഇതിനു മുൻപ് ആ ഒരു നിലവാരത്തിൽ എത്തുകയും അവിടെ നിന്ന് അങ്ങോട്ട് 1000 പോയിന്റിന്റെ ഒരു തിരിച്ചുകയറ്റം ഉണ്ടായി 23,800 വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബജറ്റ് മുമ്പാണ് അങ്ങനെ ഒരു നിക്ഷേപ താല്പര്യം വിപണി ഉണ്ടായത്, തിരിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. 23,500 എന്ന നിലവാരം തന്നെയാണ് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്ന. ആ ഒരു നിലവാരത്തിന് മുകളിലേക്ക് നീങ്ങി വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുള്ളൂ. മറിച്ചാണെങ്കിൽ ഈ പറഞ്ഞ തോതിലുള്ള കയറ്റങ്ങളോടുകൂടെ വ്യാപാരമായിരിക്കും വിപണി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും ഇന്നത്തെ വിപണിയുടെ മുന്നോട്ട് നീക്കത്തിലും നിർണായകമായി പ്രവർത്തിക്കുക.